ആ സിസ്റ്ററെ പറയൂ. പെയിനോ? എന്റെ സിസ്റ്ററെ, ഇത് നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ മന്മഥനാണ്. നിങ്ങളത് ഗൈനക്കിൽ ആ ഡോക്ടറെ വിളിക്ക്. ഈ എക്സ്റ്റൻഷന്റെ കംപ്ലൈന്റ് അത് നിങ്ങൾ ആദ്യം ഒന്ന് കറക്റ്റ് ചെയ്യും. അപ്പം നേരത്തിന് ഭക്ഷണം കഴിക്കണില്ല. ഭക്ഷണം കഴിച്ചാലല്ലേ ഗുളിക കഴിക്കാൻ പറ്റും. എന്താണ് മണ്ടോദരി മാഡം? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കണമെന്നുള്ളത്. ഇങ്ങനെ വിഷമിക്കണ്ട. ഇപ്പൊ നമ്മുടെ നാട്ടിൽ 100 പേരെടുത്ത 50 പേർക്ക് ഇമാതിരിയുള്ള പ്രശ്നങ്ങളുണ്ട്. അല്ല സാറേ, ഇവിടുത്തെ ബാങ്കിലെ കിഡ്നി ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അല്ല നമുക്ക് കിഡ്നി കിട്ടുമ്പോ ഇവിടുത്തെ ബാങ്കിലേക്ക് കൊടുക്കാലോ. എന്റെ സുഖത, നമ്മുടെ ഈ ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് എടുക്കണ പോലെ അല്ല കിഡ്നി. കിഡ്നി അത് നമ്മൾ ആരെങ്കിലും ഒരു ഡൊണേറ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും വരണം സമ്മതത്തോടു കൂടി. കൂട്ടുകാരോടും നാട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ല സാർ, അതെന്താ ഈ ബന്ധുക്കളിൽ നിന്ന് തന്നെ വേണമെന്ന് പറയണത്? അതായത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളാവുമ്പോ നമുക്കത് സർട്ടിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ അവരുടെ സമ്മതത്തോടു കൂടി ആയിരിക്കുമല്ലോ വരണത്. ഇനിയിപ്പോ അതല്ല വേറൊരാൾ പുറത്തുനിന്ന് ഒരാളാണെങ്കിൽ പിന്നെ അത് അവരുടെ സമ്മതം വേണം. മാത്രമല്ല നിയമപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ പിന്നിൽ ഇപ്പൊ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ട്. അവയവ കച്ചവടവും അത് ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ നൂലാമാലകളുണ്ട്. അത് ഒഴിവാക്കാനാണ് ഞാൻ ഈ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പമെന്ന് പറഞ്ഞത്. ബന്ധുക്കളാവുമ്പോ ഒന്നും നോക്കണ്ട. അതെ അതെ, അതാകുമ്പോ പിന്നെ മാച്ചിങ് എളുപ്പമായിരിക്കും. രക്തബന്ധത്തിലുള്ള ആൾക്കാരാണെങ്കിൽ. ഇവരുടെ കൂടെ പറഞ്ഞ 2 പേരുണ്ട്, എന്റെ 2 അളിയന്മാരുണ്ട്. എന്നാ അവരുമായിട്ടൊന്ന് സംസാരിക്കുക, അതല്ലേ കുറച്ചുകൂടെ നല്ലത്. അപ്പോ ശീതള, എങ്ങനെയാ കാര്യങ്ങളെന്ന് വെച്ചാ പറയേ. അല്ല, കിഡ്നി മാറ്റി വെക്കണം, അത്ര തന്നെ. രക്തബന്ധത്തിലുള്ള ഒരാളാണ് നല്ലതെന്നാണല്ലോ ഇപ്പൊ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ 2 ആങ്ങളമാരുള്ള സ്ഥിതിക്ക് അതിലാരെങ്കിലും ഒരാള് തയ്യാറാവുകയാണ് നല്ലത്. അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഒരാളെ നോക്കിയാ പോരെ. അല്ലിപ്പോ അങ്ങനെ നിർബന്ധം ഉണ്ടെങ്കിൽ അത് ചേട്ടൻ കൊടുക്കട്ടെ. ചേട്ടനാകുമ്പോ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. ഞാൻ കല്യാണം കഴിഞ്ഞ് ഭാര്യയും കുട്ടിയോടും പ്രാരാബ്ദമൊക്കെ ആയിട്ട് കഴിയുന്ന ഒരാളല്ല അമ്മാവാ. അതിപ്പോ ആയിരിക്കാവുമ്പോ പിന്നെ അങ്ങനത്തെ ഒരു ബാധ്യതയും കാര്യങ്ങളൊന്നും ഇല്ല. അവൻ ചെയ്യണമെങ്കിൽ കുറെ കൂടി നല്ലത് അതാണെന്ന് എന്റെ അഭിപ്രായം. മതി, ആരെങ്കിലും ഒരാളും മതി. ഇവനാവുമ്പോ പിന്നെ അതാ നല്ലത്. ചെറുപ്പമാണ്. അതാ നല്ലതെന്ന് പറഞ്ഞാൽ എനിക്കൊരു പെണ്ണ് കെട്ടണ്ടേ. ഒരു കിഡ്നി ഇല്ലാത്തവനാണെന്ന് പറഞ്ഞാൽ എനിക്ക് പെണ്ണ് കിട്ടുമോ? അപ്പൊ നീയല്ലേ പെണ്ണൊന്നും കെട്ടണില്ലേ? പാർട്ടി പ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കാണ്, സാമൂഹ്യ പ്രവർത്തനമായിട്ട് നടക്കാണെന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ ശരിയാണ്. ഇപ്പൊ ഞങ്ങളുടെ പാർട്ടി നയം മാറ്റിയല്ല, അതിലൊക്കെ വ്യത്യാസമുണ്ട്. ഇതിപ്പോ ആരോടും പറഞ്ഞു നടക്കൊന്നും വേണ്ട. പുറത്ത് കാണുന്ന കാര്യമൊന്നല്ല, അകത്തത്തെ കാര്യല്ലേ. ഇത് അകത്തേം പുറത്തേന്നും അല്ല പ്രശ്നം. ഒരു കിഡ്നി ഇല്ലെങ്കിൽ ആ കിഡ്നി ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കണ്ടേ? അപ്പൊ ആ ബുദ്ധിമുട്ടല്ലേ ഇപ്പൊ അവള് അനുഭവിക്കണത്. അപ്പൊ അല്ലേ ഈ പറയണത്. അല്ല, ഇതിപ്പോ പെണ്ണ് കിട്ടാണ്ടിരിക്കൊന്നുമില്ല. ഇനിയിപ്പോ അങ്ങനെ കിഡ്നി കൊടുത്താലും അത് മനസ്സിലാക്കിയിട്ട് പെണ്ണ് തരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഇപ്പൊ എന്തിനധികം പറഞ്ഞു. ഇപ്പൊ എന്റെ ഭാര്യ ഗീതുവിന്റെ അനുജത്തി, അവളിപ്പോ അങ്ങനെ നിക്ക. അപ്പൊ അല്ല, വേണമെങ്കിൽ ആലോചിക്കാവുന്ന കാര്യമുള്ളൂ. എന്താ അളിയ ഈ പറയുന്നത്? എന്തേ അളി എന്റെ ഭാര്യയുടെ അനിയത്തിയോ? പാരിജാതനൊക്കെ 4 വയസ്സ് കൂടുതലല്ലേ? കൂടുതലുണ്ടോ? പിന്നെ എന്റെ കിഡ്നി ഊരി എടുത്തിട്ട് ആ കടാചരക്കിന് എന്റെ തലയെ കെട്ടി വെക്കാനാണ്. ഞാൻ ഒരു ജീവിതം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് പറയണത്. ഒന്നുമില്ലാണ്ട് നടക്കണ ആൾക്കാരാവുമ്പോ. അതെ, അതിപ്പോ ശീതള, ഇതിപ്പോ നിന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണക്കാരിയാണോ നമ്മളിവിടെ സംസാരിക്കണത്, അതോ ഇവളുടെ ജീവന്റെ കാര്യമാണോ പറയുന്നത്? ഒന്നുമില്ലടി, അതിന്റെ ജീവൻ ഒരു പ്രശ്നമില്ല. അമ്മാമ്മ അങ്ങനെ പറഞ്ഞു വന്നപ്പോ ആ ഓളത്തിൽ അങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, ഞാനതൊരു കാര്യം ആയിക്കോട്ടെ വിചാരിച്ചു. പണിയും തൊഴിലൊന്നും ഇല്ലാത്തല്ലേ. അപ്പൊ ഒരു അളിയാ, ഇതിപ്പോ ഡോക്ടർ പറഞ്ഞത് രക്തബന്ധത്തിൽ നിന്നാണ് കിഡ്നി കിട്ടണമെങ്കിൽ ഒരു കുഴപ്പമില്ലാന്നാ. അല്ല, പിന്നെ ഇപ്പൊ അമ്മാവൻ പറഞ്ഞ മാതിരി അവളുടെ കാര്യത്തിന് തന്നെയുള്ള ഒരു മുൻതൂക്കം കൊടുക്കേണ്ടത്. അതെ, നമുക്കിപ്പോ എന്തൊരു കാര്യത്തിന് ഓടിയെത്താപ്പ അമ്മാവൻ തന്നെ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ ഓടി വന്നത്. പിന്നെ ഇപ്പൊ അമ്മാവന് 10-60 വയസ്സായി. ഒന്നുമില്ല. 65 പെൻഷനും ഉണ്ടില്ല അമ്മാവ. പിന്നെ പെൻഷൻ വേറെ പ്രാരാബ്ദമൊന്നുമില്ല. ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അമ്മായിക്ക് പെൻഷൻ കിട്ടും. പിന്നെ ഇപ്പൊ പ്രായമൊക്കെ ആയില്ലേ, ഒരു റെസ്റ്റ് എടുക്കേണ്ട സമയമൊക്കെയാണ്. ആ നിലയ്ക്ക് വേണമെങ്കിൽ അമ്മാവനും ആവാം വേണമെങ്കിൽ. അല്ല, എന്താ ഉദ്ദേശിച്ചത് നീ? അമ്മാവന് കൊടുക്കാൻ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അമ്മാവന് കൊടുക്കാന്ന് പറയാനേ. കിഡ്നി കിഡ്നി
എടാ എനിക്കിപ്പോ അവൾ എന്റെ കുട്ടിയാണ്. അവൾക്കിപ്പോ കിഡ്നി കൊടുക്കണം എന്നുണ്ടെങ്കിൽ 100% എനിക്ക് സമ്മതമാണ്. ഉറപ്പിക്കാതെ പക്ഷെ അത് പറ്റില്ലല്ലോ. കാരണം ഈ ഹാർട്ടിന്റെ കംപ്ലൈന്റ് ഉള്ള ആൾക്കാര് അങ്ങനെ കൊടുത്തൂടത്. എനിക്ക് തന്നെ അല്ലാതായിരിക്കാം. ആ ഹാർട്ടിന് തന്നെ. അമ്മാവനങ്ങനെ ഹാർട്ടിന് അസുഖമുള്ള കാര്യം ആരും പറയുന്ന കേട്ടില്ല. ഞാനിപ്പോ അവളോട് പറഞ്ഞത് ഇത് ഇനി ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞു നടക്കണ്ട. പിന്നെ ഇപ്പൊ ഇവിടെ ഈ അസുഖത്തിന്റെ ഇടയിൽ ഇനി എനിക്ക് ഹാർട്ടിൽ കംപ്ലൈന്റ് ആണ് എന്നുള്ളത് കൂടി ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വീണ്ടും ഒരു വിഷമം. എന്തിനാ അതിനൊക്കെയാണ്? അല്ല ഇപ്പൊ ഹാർട്ടിന് എന്താ കംപ്ലൈന്റ്? കംപ്ലൈന്റ് ഇപ്പൊ ഡോക്ടറെ പോയി കണ്ടുപോയി. അപ്പൊ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞ എന്താ വെച്ചാല് ഇത് എത്രയോ ഇങ്ങനെ ഇടിക്കലോ ഇങ്ങനെ പിടിക്കും. 72 പ്രാവശ്യം. എനിക്കതില്ല, അത്രല്ല. എനിക്കൊരു 60, 62, 63 അങ്ങനെയൊക്കെ ഉള്ളൂ എന്നാ പറഞ്ഞത്. ഉണ്ട് അല്ലേ? എണ്ണം കുറവാണ്. എണ്ണം കുറവാ. അല്ല അമ്മാവാ, അങ്ങനെയാണെങ്കിലേ ഈ ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ള ശരീരത്തില് ഈ നല്ല കിഡ്നി വെച്ച് നശിപ്പിക്കണ്ട. അത് ചേച്ചിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കിഡ്നിയെങ്കിലും സുരക്ഷിതമായിട്ടിരിക്കും. പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല, അതല്ലേ. ഞാൻ ഇറങ്ങട്ടെ. ഒരു തീരുമാനമായിട്ട് തീരുമാനിച്ചോ, നിങ്ങൾ എന്താന്ന് വെച്ചാ തീരുമാനിച്ചോ. എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞാ മതി. ഞാൻ എന്താ വെച്ചാല് വേറൊരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ പോണ വഴിക്കുണ്ട് കയറിയതേ ഉള്ളൂ. അല്ലേ ഞാനൊരു ചായ എടുക്കാതെ. ചായ ഒന്നും വേണ്ട. എന്താ ഇപ്പൊ എന്തേലും ഒരു ജലദോഷം ഉണ്ടെങ്കിൽ ഒരു അമ്മായി പറഞ്ഞത് അത് ഞങ്ങൾ അറിഞ്ഞില്ല. ശരി കേട്ടോ മോളെ. ഇരുന്ന് കഴിഞ്ഞാ പിന്നെ എഴുന്നേക്കാനൊക്കെ ഭയങ്കര പാടാണ്. എന്നാ ശരിട്ടാ. അതും പോയി. എണ്ണ കുറവാണ്. കള്ള നായകള് നൈസില് വിളിച്ചു വരുത്തിയിടേ കിഡ്നി ഊരിയെടുക്കാനുള്ള പരിപാടിയില്ല. വള്ളി പറഞ്ഞാ മതി. ഇപ്പൊ എന്റെ കിഡ്നി ചേരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളാരും ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. ഇപ്പൊ അത് കൊടുക്കാൻ പറ്റിയ ഒരാളെയും ആ പൈസ ഒപ്പിച്ചാ പോരെ. നമുക്ക് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാം. പൈസ ഒപ്പിക്കാന്ന് പറഞ്ഞാ നീ 25 ലക്ഷം വേണമെന്നല്ലേ പറഞ്ഞ? 25 രൂപ വരും. 25 ലക്ഷം ഉറുപ്പ്യ വരും. അത്ര പൈസ ഒന്നും മുടക്കിയിട്ട് എനിക്ക് എന്റെ രോഗം ഒന്നും മാറ്റേണ്ട സുഖതേട്ടാ. ഇതൊന്നും ഉണ്ടായിരിക്കില്ലേ അവിടെ? അന്നൊക്കെ വലുത് എനിക്ക് വേറെ എന്തേലും ഈ വീട് വിറ്റിട്ടായാലും എന്റെ കിഡ്നി ഞാൻ മാറ്റി വെച്ചേരും. അതൊന്നും വേണ്ട, വീട് വിൽക്കണോ ഇനി? ചേച്ചി ഒന്നും മിണ്ടാതിരി. ഞങ്ങള് രണ്ടുപേര് ജീവനോടെ ഉള്ളപ്പോ ഇത് എങ്ങനെയായാലും നടത്തും, എന്ത് കൊടുത്തിട്ടാണെങ്കിലും. എന്നാ ഇരിക്കളിയാ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ചായ ഒന്നും വേണ്ട. അല്ല, ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ട്. ഞാൻ വരാ. വേണ്ട, ഞാൻ അവിടെ ഇരുന്നോ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടെന്നേ, ധൈര്യമായിട്ട് നടക്കും. നടക്കാവെന്ന് പറഞ്ഞാ മതി. നടക്കുകയും ചെയ്യും, ബാക്കി പൈസയും ഉണ്ടാവും. ഇവിടെ ഇപ്പൊ സ്ഥലത്തിന് എന്ത് വില ഉണ്ട്? ഇപ്പൊ 5-8 രൂപ ഉണ്ടെന്ന് തോന്നുന്നു. ശരി, 3-4 കൊല്ലം കടം കയറി നാട് വിടാൻ പോയവനാ ഞാൻ. ഇന്ന് എന്റെ ആസ്തി നിന്ന് 2 നില വീട്, 10 ഏക്കർ സ്ഥലം, ഫ്ലാറ്റ്. ഇതാണ് എടാ ഇന്ന് ആൾക്കാർ എന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നു. എന്റെ കാക്കുവാൻ വേണ്ടിട്ട്. എടാ ഈ ബിസിനസ് പറഞ്ഞ 10 പൈസ ചെലവിലടോ. കറണ്ട് ചാർജ് ഇല്ല, ഒന്നുമില്ല, കിട്ടിയ ലാഭാണ്. നിന്റെ ഈ ഉണങ്ങിയ ബൈക്കിൽ കയറി നീ പറഞ്ഞോണ്ട് മാത്രം എന്റെ അല്ലേ കാറിൽ വരുമായിരുന്നു. ഇതാ വീട്. നമ്മള് രക്ഷപ്പെട്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നളിയാ. എന്തേ ഇതാരാന്ന് മനസ്സിലായ? ഇല്ല. പെങ്ങൾക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് കാണാൻ വന്നാണ്. ഇത് ഉണ്ണി നന്മമരം വടവൃക്ഷം. വലിയ ചാരിറ്റി പ്രവർത്തകനല്ലേ. ഇനി നമുക്ക് വേണ്ട ദാതാവിന് അതിനുള്ള ഫണ്ടും ഉണ്ണി സംഘടിപ്പിച്ചു. ഞാൻ ഈ വീട്ടിലെത്തിയല്ലോ, ഇനി നിങ്ങൾ ഒന്നും പേടിക്കണ്ട. പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞിട്ടാണ്. ചേച്ചി എവിടെ? അപ്പൊ അവള് കിടക്കുക. അയ്യോ അതല്ലേ. എങ്ങനെയാ ഇപ്പൊ ഡ്രസ്സൊക്കെ എങ്ങനെ ആയിരിക്കും? അവരെങ്ങനെയാണ് എന്ത് ഡ്രസ് ഇട്ടിട്ടാ ഉള്ളത്? അവളെന്നും സാരി കൊടുക്കുക. അതല്ലേ, അത് എന്നും സാരി എടുത്തോ. പക്ഷെ ഇന്ന് പറ്റൂല. വളരെ മുഷിഞ്ഞ ഡ്രസ്സ് ഇടാൻ പറ്റും. ഇത് പുറത്ത് വയറാക്കണ്ടല്ലേ വീഡിയോ എടുത്തിട്ട്. ഈ വീഡിയോ എടുത്തിട്ട് ലോകം മുഴുവൻ ഇവൻ പ്രചരിപ്പിക്കും. അപ്പൊ നല്ല ഡ്രസ്സൊന്നും വേണ്ട, ഒരു ചീഞ്ഞു നാറിയ മാക്സി ഇട്ടാ മതി. ഒരു സെന്റിമെന്റ്സ് തോന്നണം. ഒരു ഇതാ അടുപ്പിന്റെ കരി, അതായത് ചെറുങ്ങനെ എടുത്തത് 2 കൂടി ഇരുണ്ട പോലെ ആവണം. അല്ലളി അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് എന്തിനാ നാട്ടുകാരെ മുഴുവൻ അറിയിക്കണേ? അളി ഇത് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിലും അവിടെ ഇവിടെ ഒക്കെ ഇട്ടാലാണ് ഗൾഫിൽ നിന്ന് ആളുകൾ ലക്ഷക്കണക്കിന് രൂപ അയച്ചു കൊടുക്കും. അതിൽ നിന്ന് നമുക്കുള്ള പൈസ അവൻ തരും. നമ്മളൊന്ന് അങ്ങോട്ട് നിന്ന് കൊടുത്തേച്ചാ മതി. ഏട്ടാ 1 കോടി രൂപയുടെ ചാരിറ്റി പ്രവർത്തനം ഞാൻ നടത്തലുണ്ട് മിനിമം.
പിന്നെ സുഹൃത്ത് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു കാര്യം ചെയ്യുന്നെങ്ക ഈ സ്ക്രിപ്റ്റ് ഒന്ന് പഠിപ്പിക്കണം. ഇതെന്താണ്? ഇത് പഠിച്ചാലേ വീഡിയോ എടുക്കാൻ പറ്റൂ. ഈ ഡയലോഗ് ചേച്ചിനെ പഠിപ്പിക്കണം. ഡയലോഗ് കാണാതെ പഠിക്കണം. എന്നാ പിന്നെ ഞാൻ പോയി ഡ്രസ് ഒന്ന് മാറ്റിട്ട് വരാം. ഡ്രസ് അത് മതി, വേണേ ഇത്തിരി ചെള്ള എടുത്താ വേറെ പറ്റിക്കോ. ദാരിദ്ര്യം തോന്നണം. കറക്റ്റാ ബാവുണ്ണി, ഇതിലാണ്. ഓ ഞാൻ സുഗതൻ, ഇതെന്റെ ഭാര്യ മണ്ടോദരി. അങ്ങനെ പോരാളി. ഇത് അപ്പുറത്ത് നാരാട്ടോടും കൃഷ്ണേട്ടോടും പറയുന്ന കാര്യം അതിങ്ങനെ പറഞ്ഞാൽ മതി. നമ്മൾ കാര്യം പറയുന്നത് ഇത് ആരോടാ പറയുന്നത്? ലോകത്തോട് മൊത്തം പറയണം. അപ്പം ഒരു മനസ്സടങ്ങി കുറച്ച് സങ്കടമൊക്കെ വേണം. സങ്കടം ഉണ്ടല്ലോ എനിക്ക്. അല്ല അളിയ, നമ്മുടെ ഉള്ളിന്ന് തന്നെ നമ്മുടെ പ്രയാസം ഉള്ളിന്ന് വരണം. അങ്ങനെ അഭിനയിക്കാനൊന്നും അറിഞ്ഞൂടാടാ. അഭിനയമല്ലെന്ന് ഉള്ള കാര്യം അങ്ങോട്ട് ഇച്ചിരി വ്യസനം വിട്ട് പറഞ്ഞാച്ചാ മതി. ഇവർക്ക് ഇങ്ങനെ ഒരു അസുഖം അറിഞ്ഞപ്പോ മുതൽ വിഷമിച്ചോണ്ടിരിക്കുക. എനിക്ക് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ പറഞ്ഞ് പഠിപ്പിച്ചത് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാച്ചാ മതി. ഓക്കെയാണ്. അത് നിങ്ങൾ വരട്ടെ. ഞാൻ സുഗതൻ, ഇതെന്റെ ഭാര്യ മണ്ടോദരി. ചേച്ചി ഒരുവിധം ഡയലോഗ് പറഞ്ഞല്ലേ ഉണ്ണി? പറഞ്ഞിട്ട് നന്നായിട്ട് പറഞ്ഞിട്ട്. എന്നാലും ഞാനൊന്ന് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ക്ലിയർ ആയി. പിന്നെ അക്കൗണ്ടിലേക്ക് നന്നായിട്ട് പൈസ വരും. ആറ് നമ്പറാ കൊടുക്കണ്ടത്? അത് എന്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കണം. വേറെ ആരോ കൊടുക്കണം? എന്തിനാണ്? നിന്റെ തന്നെ മതിയല്ലേ? എന്റെ അക്കൗണ്ട് നമ്പർ IFSC കോഡും ഡീറ്റെയിൽസും തന്നാ പോരെ? അത് ഞാൻ അങ്ങനെ തന്നെ. അല്ല, പൈസ നല്ലോണം വരുമ്പം എന്റെ കമ്മീഷന്റെ കാര്യം മറക്കാൻ പാടാടാ. ഉണ്ണി, പ്യാരിയാണ് നിന്നോട് വാക്ക് പറഞ്ഞാണ്. ഇനി ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പോലും നിന്റെ കമ്മീഷൻ തരാതെ ഞങ്ങൾ ചികിത്സിക്കൂല. പോരെ? അതൊന്നും വേണ്ട. വണ്ടി എടുക്ക്. അല്ല, അതാരെ വരുന്നു? ആളിയല്ല, ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നെ? ചേട്ടനാണ്. ആരെ? എന്റെ ചേട്ടനാണ്. പറയാൻ നിൽക്കണ്ട അങ്ങനെ കാര്യമായിട്ട്. വന്നോട്ടല്ലോ, അയാളെ വീടല്ലേ? ഇത് എന്റെ ഒരു സുഹൃത്താണ്, ഉണ്ണി. നന്മവരം ഉണ്ണി എന്ന് പറയും. ശരി, മരത്തിന്റെ അച്ചോടാ. ചാരിറ്റിയുടെ പുള്ളി ആള് ഫേമസ് ആണ്. അതെ. ചേച്ചിക്ക് സൂല്ലാന്ന് പറഞ്ഞിട്ടൊന്ന് കാണാൻ പറഞ്ഞ. ചേച്ചി കിഡ്നീന്റെ പ്രോബ്ലം ഉണ്ടല്ലോ, അപ്പൊ കുറച്ച് പൈസ വേണല്ലോ. അപ്പൊ ഞാനത് വീഡിയോ എടുത്ത് മൊത്തം വൈറലാക്കിയിട്ട് ഇവന്റെ അക്കൗണ്ടിൽ പൈസ വരും. എങ്ങനെയല്ല, എനിക്ക് മനസ്സിലായില്ല. എങ്ങനെയാ? നമ്മളെ കിഡ്നി പ്രോബ്ലം ഉണ്ടല്ലോ ചേച്ചിക്ക്. നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് മൊത്തം വൈറലാക്കും. അപ്പൊ പല ദിക്കുന്ന പൈസ ഇവന്റെ അക്കൗണ്ടിലേക്ക് വരും. ഒരു ശ്രമം. ഇവിടുത്തെ മൂത്താള് ഞാനാ. പറഞ്ഞു ചേട്ടാ പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോ ഞങ്ങൾ കുടുംബപരമായിട്ടൊക്കെ ഒന്ന് പറയലുണ്ട്. അത് പറയണോ? പിന്നെ ഇതിപ്പോ ആളുകളെ മൊത്തം നമ്മള് അറിയിച്ചിട്ട് നമ്മൾ എടുക്കണ ഒരു പിരിവല്ലേ. പിന്നെ വലിയൊരു ഫണ്ട് നമ്മള് മേടിക്കല്ലേ. അതെ അതെ. അല്ല, നല്ല കാര്യത്തിന് വേണ്ടിട്ടാണല്ലോ. അപ്പൊ അത് എന്റെ അക്കൗണ്ടിലേക്ക് ആയിക്കോട്ടെ. ഞാനിവിടുത്തെ മൂത്താള്. ഞാനിപ്പോ എന്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തല്ല. അതെ. അപ്പൊ എന്താ എന്റെ അക്കൗണ്ടിലേക്ക് വരണോണ്ട് കുഴപ്പമുണ്ടാ? അല്ല, കൊടുത്തു പോയല്ലോ. എന്റെ മാറ്റി കൊടുത്താ മതി. അല്ല ചേട്ടാ, ഞാൻ കൃത്യമായിട്ട് അവതരിപ്പിച്ചാ പോരെ. ഇപ്പൊ എന്ത് കിട്ടണ്ട് കൊടുക്കണ്ടെന്നൊക്കെ. അല്ലപ്പോ ഒരു മൂത്ത ആള് എന്നുള്ള നിലയ്ക്ക് ഞാനും കൂടി അക്കൗണ്ടിൽ ജോയിൻ ചെയ്യുന്നോണ്ട് തന്നെ കുഴപ്പമുണ്ടോ? ഇതതിന് നമുക്ക് ഒറ്റക്ക് തിന്നാനല്ല. ഈ കിട്ടണതിന്റെ 4% അവന് കൊടുക്കണം. എന്താ കണ്ണിന് കുഴപ്പമില്ല? ഇല്ല, 4%. അത് എഗ്രിമെന്റ് ഉള്ളതാണേ. അപ്പൊ 96 നമുക്ക് 4 അവിടെ 4 ആയിക്കോട്ടെ. എന്നാലും ജോയിൻ ചെയ്തിട്ടേ, ജോയിൻ അക്കൗണ്ട് ആക്കിട്ടേ. അല്ല, ഏട്ടൻ പറയുന്ന കാര്യമുണ്ട്. ജോയിന്റ് അക്കൗണ്ട് ആക്കാം. അളിയന്റെ പേരിലും നിന്റെ പേരിലും അവിടെ തെറ്റി. അലിയനാണ് നമ്മളിത് കൊടുക്കണം. അതെ. അപ്പൊ ഞങ്ങളുടെ ജോയിൻ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ നമ്മൾ എടുത്ത് കൊടുക്കണ പോലെ. അപ്പൊ ചേട്ടന്റെ അക്കൗണ്ട് നമ്പറും കൂടി അതിൽ കൂട്ടാം. കൂട്ടി ജോയിൻ ഇനി തർക്കം വന്ന ആർക്കും ഇല്ലാതെ ആക്കണ്ടല്ലോ. അതെ, ശരിയാണ്. അത് മതി. അങ്ങനെ ചെയ്താൽ മതി. ആണോ? ഫോൺ വരണ്ടല്ലോ. ആയിക്കോട്ടെ, ഏട്ടൻ പറഞ്ഞ കാര്യമുണ്ട്. അങ്ങനെ ചെയ്യാം. എപ്പം ജോയിന്റ് ആവും. അപ്പൊ ജോയിന്റ് അക്കൗണ്ട് എടുക്കാം. ഹലോ, ആണോടാ? ഞാൻ ഈ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഓക്കെടാ. കിഡ്നിന്റെ കാര്യം ശരിയായിടാ. ശരിയായോ? ഓ, Ano sa akin? Pansara ka yun.
അതെ ഇവിടെ നിന്ന് ആവശ്യമില്ലാത്തൊന്നും പറയാൻ നിൽക്കണ്ട. ബന്ധുവാണെന്ന് ചോദിച്ചാ ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞു തന്നാണ് ബന്ധം അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി. പൈസയുടെ കാര്യം എന്താ ഉണ്ണിയത് പൈസ കാര്യം പറഞ്ഞിട്ടില്ലേ? പൈസന്റെ തീരുമാനാക്കണ്ടേ? അല്ലേ ഇല്ല തീരുമാനമൊക്കെ വന്നല്ലേ അല്ല അത് ആക്കി അത് കിട്ടണ്ടേ? ഇത് കിട്ടായിത്തും വളരെ കൃത്യമായിട്ട് കാര്യം വന്നത് പാർട്ടിയല്ലേ? പാർട്ടി വന്ന് കൃത്യമല്ലേ? എത്ര കൊടുക്കാ പറഞ്ഞു? 2.5. പിന്നെ എന്തിനാ ഒരു ഉച്ചക്ക് 50 കണക്ക് അല്ലേ? എത്ര? 3 3 എന്താ പറഞ്ഞത്? ഒന്നുമില്ല അത് നമ്മള് ശരി ഇതിന്റെ ഒരു അല്ല ഒരു കിഡ്നിക്ക് എത്ര? 3 ലക്ഷം അല്ലേ? സുമേഷ് ഏട്ടാ നിങ്ങളോട് എത്ര തരാ പറഞ്ഞേ? 2.5 തരാന്ന് പറഞ്ഞില്ലേ സുമേഷ് ഏട്ടാ? ഞാൻ പോവും. എനിക്ക് നിങ്ങൾ പോയാൽ ഞാൻ രാവട്ടിന് കൊടുക്കുവേ. 3 അതെ 2.5 തരാ പറഞ്ഞു. 50 രാവട്ടെ അങ്ങ് പറഞ്ഞല്ലേ കൂട്ടി അതെ അതെ 2.5 ഇയാൾക്കും 50 കണക്ക് തന്നെയാണ്. ഉണ്ണി ഇത് അലമ്പാക്കോ ഡോക്ടറോട് ഇങ്ങനെ പൈസയുടെ കാര്യം പറഞ്ഞാൽ കാര്യം നടക്കൂലേ? അങ്ങനെ ഒളിപ്പാക്കുന്ന ആൾക്കാരല്ല ഇത്. ഡീസന്റ് പാർട്ടിയാണ്. എന്നാലേ ആവശ്യം വന്നാലുണ്ടല്ല ഇനി ഒരെണ്ണം കൂടിയുണ്ട്, അതിന്റെ എടുത്തോ. നമുക്ക് ഒരെണ്ണം ആവശ്യമുള്ളൂ ഇപ്പൊ. ഒരെണ്ണം ആവശ്യമുള്ളൂ. അത് ആവശ്യമുള്ളപ്പോ പറഞ്ഞാൽ മതി, ഞാൻ തരാം. ഉണ്ണി പുള്ളിക്ക് എന്തിനാണ് 50 രൂപ കൊടുക്കുന്നത്? സുമേഷ് ഏട്ടന് മുട്ടിച്ചെന്ന് രാഘവട്ട് രാഘവട്ടുണ്ടായോണ്ട് എനക്ക് അപ്പൊ നമുക്ക് ബ്രോക്കറാണ് എന്തിനാണ് ചൊറയൊന്നുമില്ല, പിന്നെ ഇയാൾ സമ്മതിച്ചല്ലേ. ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് ഞാൻ വഴിയെ പറയാം. ഒരു കല്യാണത്തിനുള്ള ആളുണ്ടല്ലോ, ഇതൊക്കെ ആരാ? അല്ല ഇവര് രണ്ടുപേരും ഇവളുടെ ആംഗ്ലമാരാ. അതെ, ബന്ധുക്കളാണ് സാർ. ബന്ധുക്കളാണ്. അപ്പൊ ഇതില് ആരാ ദാതാവ്? ഇത് ദാതാവ് ഇതാണ്. ഇതാണോ? ഓ, എന്തോ പേര്? സുമേഷ് കുമാർ. ആ, ഈ പേഷ്യന്റ് ആയിട്ടുള്ള ബന്ധം എങ്ങനെയാ നിങ്ങള്? എന്താണ് ബന്ധം? അമ്മാവനായിട്ട്. അദ്ദേഹം പറയട്ടെ. നമ്മളെ ബന്ധം പറയാൻ. അമ്മാവനാണ്. അമ്മാവനാണ്. എങ്ങനെ? അമ്മയുടെ ബന്ധമാണ്. അതോ? അത് ഈ സുമേഷ് അമ്മാവന്റെ ബ്രദറാണ്. ഓ, ബ്രദർ അല്ലേ നിങ്ങള്?